മനസ്സും ചിന്താശേഷിയുള്ള ബുദ്ധിയും നൽകി. നല്ല കേൾവിയുള്ള കാതുകളും നല്ല കാഴ്ചയുള്ള കണ്ണുകളും ചലിക്കാൻ കാലുകളും ജോലി ചെയ്യാൻ കൈകളും നൽകി. എണ്ണിയാൽ തീരുമോ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ? ഇല്ല, ഒരിക്കലുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായു തന്നതിനെ കുറിച്ച്. അതാരാണ് നമുക്ക് കനിഞ്ഞേകി തന്നത്? ഒരു ദിവസം എത്ര തവണയാണ് നാം ശ്വസിക്കുന്നത്? ഒരു ദിവസം എത്ര തവണയാണ് നാം അവൻ്റെ വെളിച്ചം ഉപയോഗിക്കുന്നത്? ദിവസവും കുടിക്കാൻ വെള്ളമില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വായുവിനും വെള്ളത്തിനും വെളിച്ചത്തിനും അവൻ നമ്മിൽ നിന്ന് ഒരു പൈസയും ഈടാക്കുന്നില്ല. അഥവാ അല്ലാഹു എങ്ങാനും ഓരോ ശ്വാസത്തിനും ഓരോ തുള്ളി വെള്ളത്തിനും നമ്മോട് നിബന്ധന വെച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നാം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് അത് അടച്ചു തീർക്കാനാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് നാം ആദ്യമേ പറഞ്ഞത്, അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു തന്ന അല്ലാഹുവിനെ നാം പോയി ഓർക്കണമെന്ന്, എപ്പോഴും അവൻക്ക് ശുക്ർ ചെയ്യണമെന്ന്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലാഹുവിന് നന്ദി ചെയ്യാത്തവൻ നായേക്കാൾ അധം പതിക്കുമെന്ന്. നായക്കാർ ഉണങ്ങിയ എല്ലും കഷ്ണം എറിഞ്ഞു കൊടുത്താൽ പോലും അത് വാലാട്ടി നന്ദി കാണിക്കും. അതിനാൽ സഹോദരന്മാരെ, അനുഗ്രഹദാതാവായ അല്ലാഹുവിനെ മറന്നുകൊണ്ട് മാറും ജീവിക്കരുത്. അല്ലാഹുവിനെ സൂക്ഷിച്ചും നന്ദി ചെയ്തും ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പ്രവാചക നിന്ദ എന്ന വിഷയത്തെ പറ്റി അല്പകാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് പ്രവാചകരെ നിന്ദിക്കുന്ന സ്വഭാവം സർവ്വവ്യാപകമായി കൊണ്ടിരിക്കും. കാർട്ടൂണിലൂടെയും സിനിമകൾ നിർമ്മിച്ചും പരീക്ഷാ ചോദ്യ പേപ്പറിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാൻ സയനിസ്റ്റുകൾ കൂടെ തന്ത്രങ്ങൾ മേനയിക്കുകയാണ്. ഇതൊരിക്കലും മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രവാചക നിന്ദ മുസ്ലിങ്ങൾക്ക് ഒരു നിലക്കും സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടുപോലും മറ്റുള്ളവരുമായി സംവാദം നടത്തുമ്പോൾ പ്രവാചക നിന്ദ ഒഴിവാക്കണമെന്നാണ് ഉപാധി വെക്കുകയാണ് പതിവ്. ഇസ്ലാമിനെയും ഖുർആനിനെയും വിമർശിച്ചുകൊണ്ട് മീസാൻ ഹഖ് എന്ന കൃതി രചിച്ച ക്രിസ്തവ പുരോഹിതന്മാരുമായ ഗ്രന്ഥത്തിന് ഖണ്ഡനമെഴുതിയ അബൂ ഹസൻ എന്ന പണ്ഡിതൻ 1844 സംവാദത്തിന് തയ്യാറായപ്പോൾ അദ്ദേഹം ക്രിസ്തവരുടെ മുമ്പിൽ വെച്ച് ഉപാധി പ്രകാരമായിരുന്നു, ഞങ്ങളുടെ പ്രവാചകന്റെ പേർ വചനങ്ങളിലൂടെ പറയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവാചകനല്ലെങ്കിൽ അത് മുസ്ലിങ്ങളുടെ പ്രവാചകനാണെന്ന് പറയാം. അവൻ എന്ന് പറയാത്ത അവർ എന്ന ബഹുവചനം കൊണ്ടുവരണമെങ്കിലേ നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിന് തയ്യാറാകൂ. പുരോഹിതന്റെ മറുപടി വന്ദന രീതിയിൽ പ്രവാചകരുടെ പേർ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ബഹുവചനം ഉപയോഗിക്കാനോ കഴിയില്ല. നിങ്ങളുടെ പ്രവാചകൻ എന്നോ മുസ്ലിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് എന്നോ ഉപയോഗിച്ചു കൊള്ളാം. പ്രവാചകന്റെ വാചകത്തിലൂടെ പോലും പറയാൻ മുൻഗാമികൾ അനുവദിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Assalamu alaikum wa rahmatullahi wa barakatuh. Honorable juries, teachers, committees and all participants, it is great honor for me to join the English speech contest. Bismillahirrahmanirrahim. In the name of Allah, the most merciful and most gracious. All praises be to Allah subhanahu wa ta'ala, the Lord of the world, the creator of this universe. Peace and salutation be upon our Prophet Muhammad sallallahu alaihi wasallam, who has brought us darkness into brightness and guided us a right way of our life. In this good opportunity, I would like to speak on the life story of our Prophet Muhammad sallallahu alaihi wasallam. Muhammad was born in Mecca 579 AD. His father's name was Abdullah and his mother's name was Amina. Muhammad was born after the death of his father. His mother also died when he was 6 years old. After the death of his mother, he has brought up his grandfather Abdul Muttalib, later by his uncle Abu Talib. In childhood, Prophet was serious-minded and often used to think about everything which he saw around him. At the age of 13 years old, he was joined his uncle's business.
During the trade journey, he was curiously watched the various customs of Arab societies. At the age of 25 years old, he embroidered a rich widow, Khadija. Muhammad had 2 sons and 4 daughters. Only accepted fourth daughter Fatima survived him. Other wives were no children. I request everybody follow our Prophet Muhammad sallallahu alaihi wasallam, who guided the right way of our life. I conclude my words. Assalamu alaikum warahmatullahi wabarakatuh.
തളിർക്കാൻ നീ എൻ്റെ ദുആ കബൂലാക്കേ ജന്നത്തിൽ എന്നെയും ചേർക്കേ നീ എൻ്റെ ദുആ കബൂലാക്കേ ജന്നത്തിൽ എന്നെയും ചേർക്കേ അകമോം നിറയും പാരിത പൂരിത റോളിൽ ചെന്നണയാനായി അകതാരിൽ തെളിയും പുണ്യമദീന മാരുതനേറ്റ് തളിർക്കാൻ തിങ്കളുറങ്ങും തോപ്പകമേ തണൽ വിരിക്കും നെഞ്ചകമേ തങ്കനിലേട് സൗഭഗമേ ഫറൻ ഫറൻ ദായിമൻ വെണ്ണില സ്വർഗ സുഗന്ധം വമ്പിക്കാനുള്ളിലേറെ മോഹമാ വിശ്വമുസൽമാൻ അരികിൽ അണയാൻ കൽബിലേറെ മോഹമാ വെണ്ണില സ്വർഗ സുഗന്ധം വമ്പിക്കാനുള്ളിലേറെ മോഹമാ വിശ്വമുസൽമാൻ അരികിൽ അണയാൻ കൽബിലേറെ മോഹമാ അകമോം നിറയും പാരിത പൂരിത റൗളിൽ ചെന്നണയാനായി അകതാരിൽ തെളിയും പുണ്യമദീന മാരുതനേറ്റ് തളിർക്കാൻ സിദ്ദീഖും മഞ്ചാരത്ത് സൃഷ്ടികൾക്കൊന്നും റാഹത്തെ ഉമറുത്താസും അരികത്തെ പേറേറുമേറെ സൂറത്തെ പെണ്ണില സ്വർഗ സുഗന്ധം വമ്പിക്കാനുള്ളിലേറെ മോഹമാ വിശ്വമുസൽമാൻ അരികിൽ അണയാൻ കൽബിലേറെ മോഹമാ പെണ്ണില സ്വർഗ സുഗന്ധം വമ്പിക്കാനുള്ളിലേറെ മോഹമാ വിശ്വമുസൽമാൻ അരികിൽ അണയാൻ കൽബിലേറെ മോഹമാ അകമോം നിറയും പാരിത പൂരിത റൗളിൽ ചെന്നണയാനായി അകതാരിൽ തെളിയും പുണ്യമദീന മാരുതനേറ്റ് തളിർക്കാൻ. അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബിയവരിലായിരം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബിയവരിലായിരം സലാം ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ ഒരു തിളങ്ങിയ മണി വിളക്കതു മതികിലുമകെ തെളി പകർന്നിടുമായി ഇലകില മധുരിത കണികേ ഒരു തിളങ്ങിയ മണി വിളക്കതു മതികിലുമകെ തെളി പകർന്നിടുമായി ഇലകില മധുരിത കണിയേ തോനപിയെ മലർത്താജാനിതിയേ താരപ്രഭയെ തളിർപ്പൂവിന്നയകെ തോനപിയെ മലർത്താജാനിതിയേ താരപ്രഭയെ തളിർപ്പൂവിന്നയകെ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബിയവരിലായിരം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബിയവരിലായിരം സലാം സുഹൃത്ത് സരണി സുവന തരണി സുലർമ മലർപണി തെളിച്ചിടും മതിലേച്ചിടും മതിരൊളി വരാം നബി സുഹൃത്ത് സരണി സുവന തരണി സുലർമ മലർപണി തെളിച്ചിടും മതിലേച്ചിടും മതിരൊളി വരാം നബി ത്വാഹാ നബിയെ നബി ആത്തിം നിധിയേ വല്ലാ കുടയോൻ പ്രിയമേറും മതിയേ ത്വാഹാ നബിയെ നബി ആത്തിം നിധിയേ വല്ലാ കുടയോൻ പ്രിയമേറും മതിയേ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ ഒളിതിളങ്ങിയ മണി വിളക്കതു മതികിലുമകെ തെളി പകർന്നിടുമായി ഇലകില മധുരിത കണിയേ ഒളിതിളങ്ങിയ മണി വിളക്കതു മതികിലുമകെ തെളി പകർന്നിടുമായി ഇലകില മധുരിത കണിയേ തോനപിയെ മലർത്താജാനിതിയേ താരപ്രഭയെ തളിർപ്പൂവിന്നേകെ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ
മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദർത്തോ ജനിച്ചതല്ലേ. യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബി അവരിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബി അവരിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബി അവരിലായിരം സലാം. യാ നബി സലാം യാ റസൂൽ സലാം ഫാത്തിമുൻ നബി അവരിലായിരം സലാം. ഫാത്തിമുൻ നബി അവരിലായിരം സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അലിഫിൽ തുടങ്ങി പിൻമീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലും കരളിൽ കരളാണെന്റുമ്മ. അലിഫിൽ തുടങ്ങി പിൽമീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലും കരളും കരളാണെന്റുമ്മ. സ്നേഹം ചൊരിയും സഹോദരന്മാരോളും സ്നേഹം ചൊരിയും സഹോദരന്മാരോളും കാരുണ്യദീപമാടുമ്മ. തളിരിൻ തലോടലാടുമ്മ. അലിഫിൽ തുടങ്ങി പിൽമീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലും കരളൻ കരളാണെന്റുമ്മ. പാരിതിലെന്നെ നൊന്ത് പെറ്റതല്ലേ എൻ ചെറു കൈ പിടിച്ചെന്നെ വളർത്തില്ലേ. എൻമിഴി നിറഞ്ഞാൽ അവർക്കറിയില്ലേ ഞാൻ ചിരി തൂകിയാൽ അവർ ചിരിക്കില്ലേ. പാലമർദ്ദേങ്കി പാരിതിൽ പോറ്റി പന്നില പോലെ പുഞ്ചിരി തൂകി രാവത് പോലുമെല്ലുമ്മ താരാട്ട് പാടിയെല്ലുമ്മ. അലിഫിൽ തുടങ്ങിയ പെൺമീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലും കരളൻ കരളാണെന്റുമ്മ. ഉമ്മതൻ കാലടിപ്പാതിൽ സുവർഗം ഓതി റസൂലൽ ഉന്നത സ്ഥാനം. അല്ലാഹ് റസൂൽ കരിഞ്ഞാമതു സ്നേഹം ഉമ്മയിലാകണം എന്മതു ജീവം. നിർമ്മല ഹൃദയം ആമതു നബിയും ആകരവലയം മാത്രമേ നബിയും എൻ കരകൂട്ടിലെന്റുമ്മ താരാട്ട് പാടിയെന്റുമ്മ. അലിഫിൽ തുടങ്ങി പിൻമീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലും കരളൻ കരളാണെന്റുമ്മ. അലിഫിൽ തുടങ്ങി പിൻമീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലും കരളൻ കരളാണെന്റുമ്മ. അസ്സലാമു അലൈക്കും. കരളിൽ മോഹം പൂത്തുലഞ്ഞു കനകനിലാവും പെയ്തിറങ്ങി
സുഗന്ധമല്ലേ ആ സ്നേഹമാണി മുത്തം മനസ്സിലില്ലേ ഹാഷിം ബഷീറേ ആമീൻ നൂറൊളിയേ ആത്മാവിലാശത്തിൻ ജവാബരുളോ കരളിൽ മാമ്പൂത്തുലഞ്ഞു കനകനിലാവും പെയ്തിറങ്ങും ആകാരമാലർ പൂവിൻ സുഗന്ധമല്ലേ ആ സ്നേഹമാണി മൊത്തം മനസ്സിലില്ലേ മാടപ്രാവുകൾ കുറുകിക്കൂടും മാനം നീലിമ തിങ്ങിത്തീർ പാലൊളി തിങ്കളിൽ ഇവിളങ്ങോ തൊയ്ബയിലെത്താനായി മാടപ്രാവുകൾ കുറുകിക്കൂടും മാനം നീലിമ തിങ്ങിത്തീർ പാലൊളി തിങ്കളിലെങ്കി വിളങ്ങും തൊയ്ബയിലെത്താനായി മനമെങ്ങും കൊതിക്കും അകതാരിലലയും അരികയിലൊന്ന് ആണെന്നിടണം ഹാഷിം ബഷീറേ ആമീൻ നൂറൊളിയേ ആത്മാവിലാശത്തിൻ ജവാബരുളോ ഹാഷിം ബഷീറേ ആമീൻ നൂറൊളിയേ ആത്മാവിലാശത്തിൻ ജവാബരുളോ കരളിൽ മാമ്പൂത്തുലഞ്ഞു കനകനിലാവ് പെയ്തിറങ്ങും ആകാരമാലർ പൂവിൻ സുഗന്ധമല്ലേ ആ സ്നേഹമാണി മൊത്തം മനസ്സിലില്ലേ റൗലൻ നൃത്തം വെക്കും കാറ്റ് രാഗം മൂളി പാടും കിളി ആശിക്കിനാശ കൺകുളിർക്കെ കണ്ണിൽ കാണാനും റൗലൻ നൃത്തം വെക്കും കാറ്റ് രാഗം മൂളി പാടും കിളിയെ ആശിക്കിനാശ കൺകുളിർക്കെ കണ്ണിൽ കാണാനും തുണകൾ കയന്നും പെരിയോനിലിരുന്നും അഭിലാഷമൊന്ന് പൂവാണിങ്ങിടണം ഹാഷിം ബഷീറേ ആമീൻ നൂറൊളിയേ ആത്മാവിലാശത്തിൻ ജവാബരുളോ കരളിൽ മാമ്പൂത്തുലഞ്ഞു കനകനിലാവും പെയ്തിറങ്ങും ആകാരമാലർ പൂവിൻ സുഗന്ധമല്ലേ ആ സ്നേഹമാണി മൊത്തം മനസ്സിലില്ലേ ഹാഷിം ബഷീറേ ആമീൻ നൂറൊളിയേ ആത്മാവിലാശത്തിൻ ജവാബരുളോ السلام عليكم. علام الغيبية ليك توكلنا سلتنا يغفرنا يا الله. علام الغيبية ليك توكلنا سلتنا يغفرنا يا الله. في الليل واليوم نرفع النادي في الليل واليوم نرفع النادي نثني عليك يا الله. علام الغيبية ليك توكلنا سلتنا يغفرنا يا الله. نحن تشرفنا روضا بالدنيا نمشي بلا شوك جنتنا. نحن تشرفنا من روضا بالدنيا نمشي بلا شوك جنتنا. أصلي سرنا أرسلا جرنا في كل نير يا الله. أصلي سرنا أرسلا جرنا في كل نير يا الله. علام الغيبية ليك توكلنا سلتنا يغفرنا يا الله. في الليل واليوم نرفع النادي في الليل واليوم نرفع النادي نثني عليك يا الله. علام الغيبية ليك توكلنا سلتنا يغفرنا يا الله. علام الغيبية ليك
വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. لما حملتني يا أمي أنت مسرورة بعد ولادتني كنت محزونة. لما حملتني يا أمي أنت مسرورة بعد ولادتني كنت محزونة. ابنتك كنا مظلوما أين ملجئني حبيبي أن البنات والله الدنيا قل هل البنات أم حجة العليا. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. هولب ولدان لعبة البان تقول لي نخفان الناس ندوان. هولب ولدان لعبة البان تقول لي نخفان الناس ندوان. نشأت البلدي كالمجنون. نشأت البلدي كالمجنون. كيف أقيم النهار واللانا كيف أنام الليال. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. كليور كبيور إدي ملكوتيو هذا العطشان والليل ويلان. كليور كبيور إدي ملكوتيو هذا العطشان والليل ويلان. خلج الإنسان نهك الشيطان خسرت دنيا بالكسرى. خلج الإنسان نهك الشيطان خسرت دنيا بالكسرى. من سمى بلد العلام بكيرلا من سمى بلد العلام. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. ابنتك كنا مظلوما أين ملجئني حبيبي أن البنات والله الدنيا قل هل البنات أم حجة العليا. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. لما حملتني يا أمي أنت مسرورة بعد ولادتي إني كنت محزونة. السلام عليكم. قابلنا نورنا من ليلاتنا باه بنا علام لرجوعنا. يا حبيبنا تعال يا لبيبنا تعال يا حبيبنا تعال يا لبيبنا تعال. قابلنا نورنا من ليلاتنا باه بنا علام لرجوعنا. في روء الإمكان نحن نقول راهمنا في سوء نمشي في
الفقراء في أراضٍ قد نئبوا الأموال من أعراب زملاء عدوا وقهرا بثمان نويتهم قابلنا نورنا من ليلاتنا باه بنا أعلام لرجوعنا يا حبيبنا